ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 46, 3, 4 തിരുവചനങ്ങൾ. ഗർഭം മുതൽ വഹിക്കപ്പെട്ടവരും ഉദരം മുതൽ ചുമക്കപ്പെട്ടവരുമായി യാക്കോബ് ഗൃഹവും ഇസ്രായേൽ ഗൃഹത്തിൽ ശേഷിച്ചിരിക്കുന്ന എല്ലാവരുമായുള്ളവരെ, എൻ്റെ വാക്ക് കേൾപ്പിൻ. നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ. നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും. ഞാൻ ചെയ്തിരിക്കുന്നു, ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. കർത്താവിൽ പ്രിയരെ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് ഏവർക്കും വളരെ ആശ്വാസകരമായ, ആശാവഹമായ, പ്രത്യാശാ നിർഭരമായ ഒരു അനുഗ്രഹിക്കപ്പെട്ട തിരുവചനമാണ് നാം വായിച്ചു കേൾക്കുവാനിടയായത്. ഈ തിരുവചനം നാം കേൾക്കുമ്പോൾ എത്ര സന്തോഷമാണ് നമുക്ക് ലഭിക്കുക, എത്ര വലിയ ആശ്വാസവും സമാധാനവുമാണ് നമുക്ക് ലഭിക്കുക. കാരണം നമ്മെ ഗർഭം മുതൽ, അഥവാ അമ്മയുടെ ഗർഭം മുതൽ വഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്നും, നമ്മെ അമ്മയുടെ ഉദരം മുതൽ ചുമന്നുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്നുള്ള ആ ഒരു ബോധ്യം, അതാണ് നമുക്ക് ഏറ്റവും അധികം സന്തോഷം നൽകുന്നത്. ആ സർവശക്തനായ ദൈവം ഈ വചനത്തിലൂടെ അറിയിക്കുന്നത്, ഞാൻ നിങ്ങളെ വാർദ്ധക്യം വരെ അനന്യനായിരിക്കും. അനന്യൻ എന്നാൽ അന്യപ്പെട്ടു പോകാത്തവൻ, അഥവാ വേർവിട്ട് പോകാത്തവൻ, ഉപേക്ഷിച്ച് കളയാത്തവൻ, ഒരിക്കലും മാറ്റമില്ലാത്തവൻ എന്നൊക്കെയാണ് നിർവചനം. ഞാൻ നരയ്ക്കുവോളം നിങ്ങളെ ചുമക്കുമെന്നാണ് തുറന്നു പറയുന്നത്. അതായത് അമ്മയുടെ ഉദരം മുതൽ നാം ഈ ഭൂമിയിൽ ജീവിക്കുന്ന നാളൊക്കെയും നമ്മെ വഹിക്കുന്ന, ചുമക്കുന്ന, നടത്തുന്ന ഒരു ദൈവം. അങ്ങനെയുള്ള ഒരു ദൈവമല്ലേ നമുക്ക് ആവശ്യമായിരിക്കുന്നത്, അഥവാ അത്യന്താപേക്ഷിതമായിരിക്കുന്നത്. ആ ദൈവത്തെക്കുറിച്ചാണ് സത്യവേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് നമ്മെ സമർപ്പിക്കുവാൻ കഴിഞ്ഞാൽ, നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിഞ്ഞാൽ, അഥവാ ആ ദൈവത്തിൽ ആശ്രയിക്കുവാൻ കഴിഞ്ഞാൽ നാം ധന്യരായിത്തീരും, അഥവാ നാം അനുഗ്രഹിക്കപ്പെട്ടവരാകും. ഈ ഭൂമിയിൽ ജീവിക്കുന്ന സകലജാതി ജനങ്ങളും ദൈവത്തിൻ്റെ കൈവേലയാണ്, അഥവാ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. സർവശക്തനായ ദൈവമാണ് ഈ മുഴുപ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിലുള്ള സകല ജീവചരാചരങ്ങളും ദൈവത്തിൻ്റെ ജീവനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ സ്വന്തം ഛായയിൽ, സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ. അപ്രകാരമുള്ള മർത്യന് ദൈവത്തിൻ്റെ സഹായം, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കൈത്താങ്ങൽ അനുദിനം, അനുനിമിഷം അത്യന്താപേക്ഷിതമാണ്. അത് നമുക്ക് ലഭ്യവുമാണ്. എന്നാൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ആ ദൈവത്തിലുള്ള വിശ്വാസമാണ്, ആ ദൈവത്തിലുള്ള ആശ്രയമാണ്. ഓരോ ദിവസവും ദൈവത്തോട് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കുകയും ആ ദൈവത്തിൽ ഭയഭക്തിപൂർവം ജീവിക്കുകയും ആ ദൈവത്തിൻ്റെ പാതയിൽ, ആ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട്, ആ ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് അവിടുത്തെ പിന്തുടരുവാൻ നാം നമ്മെ തന്നെ സമർപ്പിച്ചാൽ, നമ്മുടെ ഈ ഭൂമിയിലെ അല്പകാല വാസം മാത്രമല്ല, നിത്യതയോളം ആ ദൈവത്തോടൊപ്പം നമുക്കായിരിക്കുവാനായിട്ട് സാധിക്കും.
ഈ തിരുവചനങ്ങളാൽ സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. വിശുദ്ധ